പ്രിയപ്പെട്ടവരെ, ഈ ഡിസംബർ 9, 11 തീയതികളിൽ കേരളത്തിൽ ത്രിതല പഞ്ചായത്തുകളിലേക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിലേക്കുമുള്ള ഇലക്ഷൻ നടക്കുകയാണ്. ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണെന്ന് നമുക്കറിയാം. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഭരണമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനം. അതോടൊപ്പം നമ്മുടെ രാഷ്ട്രപതിയെ പോലും തിരഞ്ഞെടുക്കുന്നത് വോട്ടിങ്ങിലൂടെയാണ് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഓരോ പൗരൻ്റെയും ഉത്തരവാദിത്തമാണ് അവനിൽ അർപ്പിതമായിട്ടുള്ള വോട്ടവകാശം വിനിയോഗിക്കുക എന്നുള്ളത്. ഈ വരുന്ന ത്രിതല പഞ്ചായത്തിലേക്കുള്ള വോട്ടിംഗ് രീതികൾ പരിചയപ്പെടുന്ന ഒരു വീഡിയോയാണ് നിങ്ങൾക്കിന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയുള്ള തെക്കൻ ജില്ലകളിൽ ഡിസംബർ 9-നും തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെ ഡിസംബർ 11-നുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഗ്രാമപഞ്ചായത്തിലേക്ക് വെള്ള ബാലറ്റ് യൂണിറ്റും ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പിങ്ക് ബാലറ്റ് യൂണിറ്റും ജില്ലാ പഞ്ചായത്തിലേക്ക് നീല ബാലറ്റ് യൂണിറ്റുമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. വോട്ട് രേഖപ്പെടുത്താൻ സ്ഥാനാർത്ഥിയുടെ ചിഹ്നത്തിനു നേരെയുള്ള ബട്ടൺ അമർത്തുക. ത്രിതല പഞ്ചായത്തിൽ പൂർണ്ണമായോ ഭാഗികമായോ വോട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ എൻഡ് ബട്ടൺ ഉപയോഗപ്പെടുത്താം. മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകളിൽ എൻഡ് ബട്ടൺ ഇല്ല. തിരിച്ചറിയൽ രേഖകൾ ഉപയോഗപ്പെടുത്തി നിർഭയമായും നിഷ്പക്ഷമായും വോട്ടവകാശം വിനിയോഗിക്കുക.